ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിലെപ്പോഴുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു 5 മിനിറ്റ് മതി ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മധുരം നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്കിതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കണ്ട, അപ്പോൾ വെള്ളം കൂടി പോവും. ഈ ഒരു ലൂസിലുള്ള മാവാണ് കേട്ടോ വേണ്ടത്. നമുക്ക് ഒരുപാട് കട്ടിയായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് ലൂസായിട്ടും വേണ്ട. ഇതുപോലെ സ്പൂണിൽ എടുത്താൽ ഇതുപോലെ ഒന്ന് ഒഴിക്കാനുള്ള ആ ഒരു പാകത്തിൽ മതി. ഇനി നമുക്കിതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാവ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. മാവ് ഒഴിച്ച ഉടനെ തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറി വരും. ഒരു ചെറിയ സ്പൂണ് മാവേ ഒഴിച്ചിട്ടുള്ളൂ, എന്നാൽ തന്നെ ഇത് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, എന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ കളറായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ കളറായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ടതിന് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇപ്പോൾ എല്ലാ സ്നാക്കും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മണി ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.